നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു പലഹാരമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പൊടിക്കാതെയും ഇട്ട് ഒന്ന് വറുത്ത് കോരാം. ഉണക്കമുന്തിരിയും ഒന്ന് വറുത്ത് കോരണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കുകയാണ്. ഇതൊന്നും മൂപ്പിച്ച് കോരണം, കരിഞ്ഞു പോകരുത്. അര ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ആണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയെടുക്കേണ്ടതുണ്ട്. അതിന് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 2 പഴം, വലിയ 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വാട്ടിയെടുക്കണം. ഇനി മുട്ടയുടെ കൂട്ടാണ് തയ്യാറാക്കേണ്ടത്. 2 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. ഇനി 1.5 ടേബിൾ സ്പൂൺ മൈദ മാവ് ചേർത്ത് കൊടുക്കുകയാണ്. മൈദ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ വെച്ചോ മിക്സിയിലോ ഒക്കെ നമുക്ക് കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. മധുരം കുറവായതുകൊണ്ടാണ് 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഈ മുട്ടയുടെ കൂട്ടിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാനങ്ങനെ ഫുഡ് കളർ ചേർത്തത്. നമുക്ക് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അത് ഒഴിവാക്കാം. ഇനി പലഹാരം തയ്യാറാക്കി തുടങ്ങാം. ഞാനിപ്പോൾ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ വേറൊരു പാത്രം വെച്ച് അത് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് പാൻ വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മുട്ടയുടെ ഒരു കൂട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പഴം ഒന്ന് വെച്ച് കൊടുക്കണം, അടുക്കി വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിലോ ഫ്ലെയിം ഓഫാക്കുകയോ ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് പഴം വെച്ച് കൊടുക്കണം.
പഴവും നല്ല കവർ ചെയ്തൊന്ന് വെച്ച് കൊടുക്കണം. ഇനി ബാക്കിയുള്ള മുട്ടയുടെ കൂട്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞൊന്ന് നോക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതൊന്ന് വെന്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാത്രത്തിൻ്റെയും അടുപ്പിൻ്റെയും ഒക്കെ ഒരു കണക്ക് വരുമ്പോൾ അതിൻ്റെ വേവിൻ്റെ കാര്യത്തിലും വ്യത്യാസം വരും. അതൊന്ന് നോക്കണം. ഇതിപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുഖഭാഗവും കൂടി ഒന്ന് നിറം മാറി വരുന്നതിന് വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതൊരു 5 മിനിറ്റ് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ടുള്ള 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.